ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 4-ാമത്തെ സങ്കീർത്തനം 7ഉം 8ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, ഞാൻ സന്തോഷത്തോടെ വസിക്കും. അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ധാന്യം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ല, വീഞ്ഞ് നിറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ല, ഈ ലോക ജീവിതത്തിലെ സുഖഭോഗങ്ങൾ പെരുകുമ്പോഴുണ്ടാകുന്ന സന്തോഷമല്ല. ജീവിതം നിറയെ ആന്തരികമായ ശാന്തിയും സൗഖ്യവും അനുഭവിച്ചുകൊണ്ടുള്ള സന്തോഷവും സമാധാനവും എൻ്റെ ഹൃദയത്തിൽ നിറയും. അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. 4-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഗൗരവമേറിയ ചില പാഠങ്ങൾ പഠിക്കുകയുണ്ടായി. ദാവീദ് രാജാവ് 4-ാം സങ്കീർത്തനം
പാടുന്നത് കാട്ടിലെ ഗുഹയിൽ കിടന്നാണ്. സ്വന്തം മകനായ അബ്ശാലോമിനെ ഭയന്ന് മരണഭീതിയോടെ ഓടി കാട്ടിലൂടെ അലയുമ്പോൾ ദാവീദ് രാത്രി ഉറങ്ങുവാൻ ഒരു ഗുഹയിൽ കടന്നു. ആ ഗുഹയിൽ കിടന്നുറങ്ങുന്നതിന് മുൻപ് എഴുന്നേറ്റിരുന്ന് പാടുന്ന സങ്കീർത്തനമാണ്, സ്തുതിഗീതമാണ് 4-ാമത്തെ സങ്കീർത്തനം. ചുറ്റും ഭീതി, എല്ലാ വിധത്തിലും അസ്വസ്ഥത. കൊട്ടാരം വിട്ട് ഓടേണ്ടി വന്നു. കൊട്ടാരത്തിൽ കൊലപാതകം നടന്നു. കൊട്ടാരത്തിൽ വ്യഭിചാരം നടന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ താങ്ങാനാവാത്ത യാതനകളും വേദനകളും ദുരിതങ്ങളും ക്ലേശങ്ങളും ദാവീദിനെ അനുധാവനം ചെയ്തു. ദാവീദ് തളർന്നുപോയി വാസ്തവത്തിൽ. പക്ഷേ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ബലം ലഭിച്ചു. ഊർജ്ജസ്വലതയോടെ, നല്ല ഉശിരോടെ, നല്ല ഉണർവോടെ ദൈവപുരുഷൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവം എൻ്റെ നീതി എന്ന് കണ്ടുപിടിച്ചു. ദൈവത്തിൻ്റെ നീതീകരണം, റൈച്ചസ്നെസ്. നാം അത് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. ദൈവം എൻ്റെ നീതി ദാവീദ് കണ്ടുപിടിച്ചു. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ദാവീദ് തുടർന്ന് തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ജീവിതം പ്രാർത്ഥനാനിരതമായിരിക്കും എന്ന് തീരുമാനിച്ചു. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ദാവീദ് പ്രാർത്ഥനയുടെ ശക്തി അറിയുകയാണ്. പ്രയർഫുൾനെസ്. 1 റൈച്ചസ്നെസ്, ദൈവത്തിൻ്റെ നീതീകരണം. 2 പ്രയർഫുൾനെസ്, ദൈവസന്നിധിയിലെടുക്കുന്ന തീരുമാനം പ്രാർത്ഥനാനിരതമായി കഴിയുമെന്ന്, പ്രാർത്ഥനാ ജീവിതത്തിനുള്ള തീരുമാനം. 3 സിൻലെസ്നെസ്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. പാപം ചെയ്യരുത്, പാപം ചെയ്താൽ വരുന്ന വിന ദാവീദ് അറിഞ്ഞു കഴിഞ്ഞു. ദാവീദിൻ്റെ ജീവിതത്തിൽ വന്ന പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ ദാവീദിനെ വേട്ടയാടുന്നത് ദാവീദ് അറിഞ്ഞു. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. സ്റ്റാൻഡ് നോ ആൻഡ് സിൻ നോട്ട്, നടുക്കത്തോടെ നിൽപ്പീൻ, പാപം ചെയ്യരുത്. ദാവീദ് സ്വയം പറയുകയാണ്, അയ്യോ വേണ്ടായിരുന്നു, പാപം ജീവിതത്തിൽ വരാതെ നോക്കേണ്ടതായിരുന്നു, ദൈവസന്നിധിയിലെടുത്ത തീരുമാനങ്ങൾ പാലിക്കേണ്ടതായിരുന്നു, തെറ്റുപറ്റിപ്പോയല്ലോ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. സിൻലെസ്നെസ്, പാപമില്ലാത്ത ജീവിതത്തിന് വേണ്ടിയുള്ള വാഞ്ച. 4-ാമത് ദാവീദിന് ലഭിക്കുന്ന ഭാഗ്യം പീസ്ഫുൾനെസ്സാണ്. എന്താണ് പീസ്ഫുൾനെസ്? സമാധാനം, ശാന്തി, സ്വസ്ഥത. ധാന്യവും ഈഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. സമാധാനത്തോടെ ഉറങ്ങാൻ പോവുകയാണ്. മരണഭീതി വലയം ചെയ്യുന്നുണ്ട്. അബ്ശാലോമിൻ്റെ ഭടന്മാർ വന്ന് വളയുന്നത് എപ്പോൾ അറിഞ്ഞുകൂടാ. സ്വന്തം മകൻ രാജകിരീടം ചൂടുവാൻ അവൻ അപ്പനെ കൊല്ലുന്നതിന് പിന്നാലെ പാഞ്ഞു വരുന്നു വലിയ സൈന്യ സന്നാഹത്തോടെ. ദാവീദിനെ ആക്രമിക്കുവാനും കൊല്ലുവാനും സ്വന്തം മകനായ അബ്ശാലോം പിന്നാലെ വരുന്നു. നാളെ നേരം പുലരുമ്പോൾ ജീവനോടുണ്ടായിരിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ദാവീദ് പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. എന്താണ് സമാധാനത്തോടെ ഉറങ്ങുമെന്ന് പറയാൻ കാരണം? ദൈവം എനിക്ക് പാപബോധം തന്നു, ദൈവം എനിക്ക് പാപമോചനം തന്നു, എൻ്റെ പാപത്തിന് കർത്താവ് പരിഹാരം തന്നു, ദൈവം എനിക്ക് പാപക്ഷമ തന്നു, പാപമുക്തി തന്നു, പാപം കർത്താവ് ക്ഷമിച്ചു തന്നു. ഇനി എന്ത് സംഭവിച്ചാലെന്ത്, എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാം. എൻ്റെ ജീവിതത്തിൽ നിത്യനായ ദൈവം എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു, എനിക്ക് ദൈവം സമാധാനം തന്നു, എൻ്റെ പാപം ക്ഷമിച്ചു തന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് ദാവീദ് നല്ലതുപോലെ ഗ്രഹിച്ചു. അകൃത്യഭാരം ചുമന്ന് വലഞ്ഞ് അകൃത്യത്തിൻ്റെ ഭാണ്ഡക്കെട്ടും പേറി ഉലഞ്ഞ് ജീവിതത്തിൽ അഴലർന്ന് വലഞ്ഞു നടന്ന ദൈവപുരുഷൻ പാപത്തിൻ്റെ വലിയ കെട്ടുകൾ ചുമലിൽ നിന്ന് മാറിയപ്പോൾ, പാപത്തിൻ്റെ നെടുംഭാണ്ഡങ്ങൾ ചുമലിൽ നിന്ന് നീങ്ങിയപ്പോൾ ശാന്തിയോടെ സമാധാനത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് സമാധാനം വേണമോ? പാപക്ഷമ പ്രാപിപ്പീൻ. നിങ്ങൾക്ക് ശാന്തി വേണമോ? പാപമോചനം പ്രാപിപ്പീൻ. പാപം ക്ഷമിച്ചു തരാൻ ഇന്ന് കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. പാപം പുറത്തു തരാൻ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരക്തമുണ്ട്. പാപത്തിൽ നിന്ന് മോചനം തരാൻ ഇന്ന് കർത്താവായ യേശുവിൻ്റെ ക്രൂശിലെ സ്നേഹമുണ്ട്.
ഏത് കഠോര പാപം ചെയ്തവനും പാപത്തിൽ നിന്ന് മോചനം തരുവാൻ യേശുക്രിസ്തു ഇന്ന് ജീവിക്കുന്നുണ്ട്. ക്രിസ്തു ക്രൂസിൽ മരിച്ചു. ക്രിസ്തുവിൻ്റെ പുണ്യരക്തം ക്രൂസിൽ ഒഴുക്കി. യേശുക്രിസ്തുവിൻ്റെ തിരുശരീരത്തിൽ നിന്നൊഴുകിയ കുറ്റമില്ലാത്ത രക്തം പാപിയുടെ ഉള്ളത്തെ കഴുകുന്നതാണ്, പാപിയുടെ ഹൃദയത്തെ കഴുകുന്നതാണ്. അകൃത്യ ഭാരങ്ങൾ കഴുകി മായിച്ച് ഇല്ലായ്മ ചെയ്യുന്നതാണ്. അകൃത്യം ക്ഷമിക്കുന്ന ദൈവം, പാപം മോചിക്കുന്ന ദൈവം, ലംഘനങ്ങൾ കണക്കിടാത്ത ദൈവം, ജീവനുള്ള ദൈവം സ്നേഹമാണ്. ആ സ്നേഹം എത്രത്തോളം നമ്മെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ എന്നെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ഇനി നശിക്കേണ്ട ആവശ്യമില്ല. പാപത്തിൽ നശിച്ചു പോകേണ്ട കാര്യമില്ല. പാപത്തിൻ്റെ കൊടിയ യാതനകളേറ്റ് പിടഞ്ഞു പോകേണ്ട കാര്യമില്ല. പാപത്തിൻ്റെ ഭീകരമായ നീരാളി പിടുത്തത്തിൽ ജീവിതം തകർന്നു പോകേണ്ട ആവശ്യമില്ല. കാരണം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ബൈബിളിൽ 4 സുവിശേഷങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം. എന്നാൽ പണ്ഡിതന്മാരും ഭക്തന്മാരുമായ വിദ്വജ്ജനങ്ങൾ പറഞ്ഞു 5-മതൊരു സുവിശേഷമുണ്ട്. അതേതാണ്? ദ ഗോസ്പൽ വിതിൻ ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ഉള്ളിലുള്ള സുവിശേഷം. അതേതാണ്? യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം ക്രൂശിൽ വെളിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, കുരിശ് ഒരു പ്രതീകമാണ്. അത് സ്ഥാപിക്കപ്പെട്ടത് ഏദൻ തോട്ടത്തിലാണ്. ദൈവസ്നേഹത്തിനേറ്റ മുറിവ്, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യനെ സ്നേഹിക്കുന്ന നിത്യനായ ദൈവത്തിൻ്റെ ആ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിലുണ്ടായ മുറിവ്, ദൈവസ്നേഹത്തിൻ്റെ മുറിവ്, അത് ഗോകുൽത്തായിൽ നാം വസ്തുനിഷ്ഠമായി കാണുന്നുണ്ടെങ്കിലും ആ ക്രൂശ് സ്ഥാപിക്കപ്പെടുന്നത് ആദാം പാപം ചെയ്തപ്പോൾ ഏദൻ തോട്ടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും നാം പാപം ചെയ്യുമ്പോൾ ദൈവസ്നേഹം മുറിവേൽക്കുകയാണ്. ഞാൻ പാപത്തിലേക്ക് പോകുമ്പോൾ, എന്നിൽ പാപത്തിൻ്റെ ദൂഷ്യചിന്തകൾ വരുമ്പോൾ, എന്നിൽ പാപത്തിൻ്റെ ഹീനമായ ആഗ്രഹങ്ങളും മോഹങ്ങളും വരുമ്പോൾ, എൻ്റെ ചിന്താഗതികൾ പൈശാചികന് വിധേയപ്പെട്ടു പോകുമ്പോൾ, അപ്പോഴെല്ലാം ദൈവസ്നേഹം മുറിവേൽക്കുകയാണ്. ജീവനുള്ള ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മെ പാപത്തിൻ്റെ ഭയാനകമായ അഗാധ ഗർത്തത്തിൽ നിന്ന് പൊക്കിയെടുക്കുവാൻ തൻ്റെ പുത്രനെ സ്വർഗമഹോന്നതങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു. ആ സ്നേഹനിധിയായ ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു. ക്രോബേസ്രാപ്പികൾ തൻ സവിധം വിട്ട് അവതരണം ചെയ്ത് കന്യക തൻ ഉദരത്തിൽ വാണു. ആദാമ്യരായ നമ്മെ സാത്താൻ്റെയും ആത്മീക മരണത്തിൻ്റെയും ഭീകരമായ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മെയ്യന്തിയ വീരനാം ദൈവം കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് വീരനാം ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് പൂർവീയ പിതാക്കന്മാർ, പുണ്യപിതാക്കന്മാർ പാടി. നിങ്ങൾക്കറിയരുതോ, ക്രോബേസ്രാപ്പികൾ തൻ സവിധം വീട്ടവതരണം ചെയ്ത കന്യകതൻ ഉദരേവാണോനെ ആദമ്യരെ സാത്താൻ മൃദീവ തന്നടിമയിൽ നിന്ന് ഏറ്റിടുവാൻ മെയ്യേ ദിവീരസ്തോത്രം. ആദമ്യരായ നമ്മെ സാത്താൻ്റെയും മരണത്തിൻ്റെയും ആ ഭീകരമായ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ശരീരമെടുത്ത വീരനാം ദൈവമേ നിനക്ക് സ്തോത്രം. ആദാമ്യരെ സാത്താൻ, മൃതി എന്നിവയുടെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ശരീരമെടുത്ത വീരനാം ദൈവമായ കർത്താവായ യേശുവേ നിനക്ക് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു പാപത്തിൽ നിന്ന് മോചനം തരുന്നവനാണ്. പാപത്തിൽ നിന്ന് മോചനം കിട്ടുമ്പോൾ
അപ്പോഴാണ് സമാധാനം കിട്ടുന്നത്. ഇന്ന് സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ സമാധാനം വേണമോ? നിങ്ങളുടെ പാപങ്ങൾ കഴുകപ്പെടണമോ? പാപമോചനത്തിൻ്റെ സൗഖ്യം നിങ്ങൾക്ക് അനുഭവിക്കണമോ? പാപമോചനം ലഭിക്കുമ്പോഴുണ്ടാകുന്ന ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് സ്വന്തമാക്കണമോ? ഹൃദയത്തിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം, ജീവിതത്തിൽ ലഭിക്കുന്നതായ സന്തോഷം, ധാന്യവും യജ്ഞം വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അനേകം പേർക്ക് ഈ സമാധാനം കിട്ടിയിട്ടുണ്ട്. കുടുംബസമാധാനം വേണമോ? ഹൃദയശാന്തി വേണമോ? അപ്പനും അമ്മയും മക്കളുമെല്ലാം ഒരുമിച്ച് ഐക്യമായി സുഖമായി സന്തോഷമായി പുലരണമോ? ക്രിസ്തു ഹൃദയത്തിലേക്ക് വരികയും അങ്ങനെ പാപം ജീവിതത്തിൽ നിന്ന് മാറുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സമാധാനം വേണമോ? സമാധാനം തരാൻ ക്രിസ്തു ഉണ്ട്. നിങ്ങൾക്ക് ഹൃദയത്തിൽ ശാന്തത വേണമോ? ശാന്തത നൽകുന്ന ക്രിസ്തു ഉണ്ട്. ഇളകിമറിയുന്ന കടൽ പോലെ കലങ്ങിമറിയുന്ന നിങ്ങളുടെ ജീവിതം ഒന്ന് ശാന്തസുന്ദരമാകണമോ? ക്രിസ്തു ജീവിക്കുന്നുണ്ട്. സത്യം, നിങ്ങൾ വിശ്വസിക്കൂ, ക്രിസ്തു ജീവിക്കുന്നുണ്ട്. ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് ക്രിസ്തു വരുന്നുണ്ട്. ക്രിസ്തു ആർത്തിയോടെ നിങ്ങളെ നോക്കുന്നുണ്ട്. വാത്സല്യ വായ്പോടെ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തിനാണ് ക്രിസ്തു നിങ്ങളെ നോക്കുന്നത്? ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് സമാധാനം തരാനാണ് നിങ്ങളെ നോക്കുന്നത്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനല്ല ക്രിസ്തു വന്നത്. മകനെ, നിന്നിൽ നിന്ന് ഒന്നും ക്രിസ്തു ആവശ്യപ്പെടുന്നില്ല. മകളെ, നിന്നിൽ നിന്ന് ഒരു പൈസയോ ഒരു ഏതെങ്കിലും സ്വത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നീ ഉണ്ടാക്കി സമ്പാദിച്ചു വെച്ചതായതിൻ്റെ സമ്പാദ്യമോ ഒന്നും ക്രിസ്തു ആവശ്യപ്പെടുന്നില്ല. ക്രിസ്തു ആവശ്യപ്പെടുന്നത് നിൻ്റെ ഹൃദയം മാത്രം, നിൻ്റെ തകർന്നുപോയ ജീവിതം മാത്രം, പിശാച് പന്താടിയ നിൻ്റെ ജീവിതം മാത്രം, സാത്താനിട്ട് വരട്ടിക്കളഞ്ഞ നിൻ്റെ ജീവിതം മാത്രം, പൈശാചിക ശക്തി ഊറ്റിക്കുടിച്ച നിൻ്റെ ജീവിതം മാത്രം. എന്നാൽ ദൈവവൈതരെ, ഈ ജീവനുള്ള ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം തരും. കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. സർ വാൾട്ടർ സ്കോട്ട് എന്ന് പറയുന്ന മഹാനായ സാഹിത്യകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിസ്തൃതനായ ഒരു വലിയ സാഹിത്യകാരനാണ് സർ വാൾട്ടർ സ്കോട്ട്. അദ്ദേഹത്തിൻ്റെ ഐവാൻഹോ എന്ന് പറയുന്ന നോവൽ വിശ്വപ്രസിദ്ധമാണ്. അദ്ദേഹം മരിക്കാറായി കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയുടെ അരികത്ത് ലോങ് ഹാർട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ടേക്ക് ദ ബുക്ക്, ആ പുസ്തകം അങ്ങ് എടുക്ക്. വിച്ച് ബുക്ക് സർ? സാറേ, ഏത് പുസ്തകമാണ് എടുക്കേണ്ടത്? ദർ ഇസ് ഓൺലി വൺ ബുക്ക് വിച്ച് ക്യാൻ ബി കോൾഡ് ദ ബുക്ക്, ദർ ഇസ് ദ ഹോളി ബൈബിൾ. ആ പുസ്തകമെന്ന് പറയാൻ യോഗ്യമായി ഒരു പുസ്തകമേ ഉള്ളൂ, അത് വിശുദ്ധ വേദപുസ്തകമാണ്. ആ പുസ്തകം എടുക്കൂ. ഇത് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കാൻ പറഞ്ഞു. വായിച്ചു തുടങ്ങി. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അദ്ദേഹം പറഞ്ഞു, മതി, എനിക്ക് ആശ്വാസമായി, എനിക്ക് സമാധാനമായി. പ്രിയപ്പെട്ടവരെ, സമാധാനം തരാൻ ക്രിസ്തുവുണ്ട്, കലക്കം മാറ്റാൻ ക്രിസ്തുവുണ്ട്, ഐക്യത തരാൻ ക്രിസ്തുവുണ്ട്, ശാന്തി പകരാൻ ക്രിസ്തുവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഈ ഭാഗ്യം അനുഭവിച്ചില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഹൃദയം തുറന്ന് ക്രിസ്തുവിനോടൊന്ന് പറയൂ, കർത്താവേ, ഈ സൗഭാഗ്യം എനിക്ക് ഒന്ന് നൽകണമേ, എൻ്റെ ഉള്ളത്തിലേക്ക് നീ ഒന്ന് എഴുന്നള്ളി വരണമേ. ശാന്തിയും സമാധാനവും സ്വസ്ഥതയും സന്തോഷവുമായ ക്രിസ്തു എൻ്റെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. പാവപ്പെട്ട ഞങ്ങൾ പറയാറുള്ളത്, സഭയല്ല മാറേണ്ടത്, ഹൃദയമാണ് മാറേണ്ടതെന്നാണ്. സമുദായമല്ല മാറേണ്ടത്, ജീവിതമാണ് മാറേണ്ടത് എന്നാണ്. ഹൃദയം മാറണം, മനസ്സ് മാറണം. പ്രിയപ്പെട്ടവരെ, മനസ്സ് മാറുമ്പോൾ അപ്പോഴാണ് പാപക്ഷമ കിട്ടുന്നത്. ജീവിതം പുതുതാകുമ്പോൾ അപ്പോഴാണ് ജീവിതത്തിൽ ശാന്തി ലഭിക്കുന്നത്. ഒരു പുതിയ സൃഷ്ടിയായി തീരുക. പാപത്തോട് നിങ്ങൾ യാത്ര പറയുക. പാപം എന്ന് നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങളുടെ ജീവിതം പ്രശാന്ത മോഹനമായി തീരും, സ്നേഹം നിറഞ്ഞതായി തീരും. ഇതുവരെയുള്ള നിങ്ങളുടെ കോപസ്വഭാവങ്ങളെല്ലാം മാറും. നിങ്ങളുടെ വാശിയും വഴക്കും പിണക്കവും മാറും. നിങ്ങളുടെ വിഛിദ്രവാസനകൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും.
അശുദ്ധമായ മോഹങ്ങളും മ്ലേച്ഛമായ ആഗ്രഹങ്ങളും നിങ്ങളിൽ നിന്ന് മാറും. നിങ്ങളുടെ ഹൃദയം സംശോഭിതമായി തീരും. നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു വന്ന് വാഴും. നിങ്ങളുടെ ഉള്ളിൽ ഇതാ ജീവൻ്റെ ഉടയവൻ വന്ന് വസിക്കുന്ന സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. ആർക്ക് വേണം ഈ സൗഭാഗ്യം? ഈ മഹാസന്തോഷം ആർക്ക് വേണം? ധാന്യമീഞ്ഞ് മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേനെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന് അന്ന് ഭക്തൻ പറഞ്ഞ ആ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുവാൻ, ഉണർന്നു വരുവാൻ, ഉയരെടുത്ത് വരുവാൻ ഇപ്പോൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുവീൻ. ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം കൊടുക്കുവീൻ. പുതിയ പ്രതിഷ്ഠ എടുക്കുവീൻ. നാഥാ, ഇതാ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും അവിടുത്തെ കരങ്ങളിലേക്ക് ഞാനിതാ തരുന്നു. ആ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് എൻ്റെ ഭാവി ഞാനിതാ ഏൽപ്പിക്കുന്നു. മകനെ ഏൽപ്പിച്ചു കൊടുക്കൂ. മകളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കൂ. യേശു നിന്നെ പുതുക്കി മെനയട്ടെ. യേശു നിന്നെ വാർത്തെടുക്കട്ടെ. യേശു നിന്നെ രൂപപ്പെടുത്തട്ടെ. യേശു നിന്നെ അനുഗ്രഹിക്കട്ടെ. യേശു നിന്നെ വളർത്തട്ടെ. യേശു നിന്റെ പാപങ്ങൾ ക്ഷമിക്കട്ടെ. നിന്റെ ജീവിതത്തിലെ പാപങ്ങളും ശാപങ്ങളും യേശു മാറ്റട്ടെ. നിന്റെ ഹൃദയത്തിലേക്ക് സൗഖ്യവും ശാന്തിയും സമാധാനവും ഇടതടവില്ലാതെ പകർന്നു വരട്ടെ. അനുഗ്രഹത്തിന് സമൃദ്ധിയാൽ ദൈവം നിന്നെ നിറയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, അൻപുള്ള പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ജീവനുറ്റ വാക്കുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹം നിറഞ്ഞ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാപക്ഷമ തരുന്ന ക്രൂസിലെ തിരക്തത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ മേലും അവിടുത്തെ ആണിപ്പാടുള്ള കരം വയ്ക്കണമേ. ആശീർവദിക്കണമേ. പുതിയ ജീവിതത്തിനുള്ള വാഞ്ച നൽകണമേ. പുതിയ ജീവിതത്തിനുള്ളതായ ശക്തിയും കൃപയും നൽകണമേ. പൈശാചിക ശക്തിയെ വിധ്വംസിച്ച് അകറ്റണമേ. നാഥാ, ശാപദോഷങ്ങൾ മാറ്റണമേ. കുടുംബശാന്തി നൽകണമേ. ഹൃദയ സമാധാനം നൽകണമേ. അനുഗ്രഹിക്കണമേ. രോഗസൗഖ്യം നൽകണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തു